നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ലഞ്ചാണ് കേട്ടോ. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നല്ല രീതിയിലൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. വീട്ടിൽ നമ്മൾ വളർത്തുന്ന പച്ചക്കറികൾ പോലെയല്ല, ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതും കൊണ്ട് പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ എക്സസ് വാട്ടറൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടി കുറച്ച് നേരം വെക്കാം. പിന്നെ നമുക്കിങ്ങനെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിയിൽ കുറച്ച് നാരങ്ങാനീര് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വെണ്ടയ്ക്കയുടെ ഒരു ഒട്ടലങ്ങ് മാറി കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത വെണ്ടയ്ക്കയിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെക്കുന്നുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ നമ്മൾ കറിവേപ്പില ഇടുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് കാശ്മീരി ചില്ലിയാണ് കേട്ടോ പിന്നെ ഇടുന്നത്. ഒരു 2 മിനിറ്റ് വെച്ച് മസാലയൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഉപ്പും മുളകും തേച്ച് പിടിപ്പിച്ച വെണ്ടയ്ക്ക കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചോറും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.